ഹായ് ഹലോ, അപ്പോൾ നമ്മൾക്കിന്നൊരു സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അതിനായി ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് കടുക്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒരിത്തിരി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില ഇട്ട ശേഷം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി കുറച്ച് കൂടുതൽ ഇരിക്കണം കേട്ടോ. ഓരോരുത്തരുടെ വീട്ടിലെ അളവിനനുസരിച്ച് കൂടുതലും കുറവും ആക്കി. ചെറിയുള്ളി ഞാനിവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി നമുക്ക് വഴട്ടിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് വഴണ്ട് വന്നോളും. ഉപ്പൊന്നും ഇടാതെ കേട്ടോ പെട്ടെന്ന്, അത് പെട്ടെന്ന് വഴണ്ട് വന്നോളും. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വേറെ ഏത് മസാല, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനത്തെ ഒരു സംഭവം ഇതിന് ആവശ്യമില്ല കേട്ടോ. ഈ 3 പൊടികൾ തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ അത് നല്ലോണം വഴറ്റിയതിന് ശേഷം 2 തക്കാളി ചെറുതായി മുറിച്ചതാട്ടോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. വഴണ്ട ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആ തക്കാളി ഉള്ളി ഒന്ന് വേകാൻ വേണ്ടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ ആ സമയത്തിനുള്ളിൽ തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ തേങ്ങ അരച്ച് കൂട്ടുന്നുണ്ട്, പച്ച തേങ്ങ അരച്ചതാട്ടോ, വേറെ ഒരു സാധനം അതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിയാക്കാം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കണേ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ലാസ്റ്റ് കുറച്ച് നന്നായി പച്ചമണം പോയ ശേഷം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.